ജില്ലയിലെ മുഴുവൻ ബ്ലോക്കുകളിലും ഇനി മൊബൈൽ വെറ്ററിനറി യൂണിറ്റ് സേവനം ലഭ്യമാകും. നെടുങ്കണ്ടം അടിമാലി ബ്ലോക്കുകളിൽ കൂടി മൊബൈൽ യൂണിറ്റ് അനുവദിച്ചതോടുകൂടിയാണ് ജില്ലയിൽ ആകമാനം 24 മണിക്കൂറും വെറ്ററിനറി ഡോക്ടർമാരുടെ സേവനം യാഥാർത്ഥ്യമാകുന്നത്. ഇതോടുകൂടി സമ്പൂർണ്ണ വെറ്ററിനറി സേവനം ലഭ്യമാകുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ ജില്ലയായി ഇടുക്കി മാറി. മലയോര ജില്ലയായ ഇടുക്കിയിൽ രാത്രികാലങ്ങളിൽ വെറ്ററിനറി ഡോക്ടറുടെ സേവനം മിക്കപ്പോഴും ലഭ്യമാകാത്ത സാഹചര്യമായിരുന്നു. ഇതു കണക്കിലെടുത്താണ് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ആസ്ഥാന ആശുപത്രികളിൽ മൊബൈൽ വെറ്ററിനറി യൂണിറ്റ് അനുവദിച്ചത്. ജില്ലയിലെ മറ്റ് ബ്ലോക്കുകളിലെല്ലാം യൂണിറ്റ് ലഭിച്ചപ്പോൾ നെടുങ്കണ്ടം അടിമാലി ബ്ലോക്കുകൾക്ക് വാഹനങ്ങൾ ലഭ്യമായിരുന്നില്ല. ഇതാണിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇരു വെറ്ററിനറി ആശുപത്രികൾക്കും വാഹനങ്ങൾ എത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം വീട്ടുപടിക്കലെത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ക്ഷീര കർഷകർക്ക് ഓഫീസ് സമയങ്ങൾക്ക് ശേഷം കറക്റ്റാണ് ഇത് സേവനം കിട്ടിയില്ല എന്ന് നമ്മുടെ സർക്കാർ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടും രാത്രി കാലത്തിൽ അത്യാവശ്യ സർവീസുകൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അവരുടെ വീട്ടിൽ വാതിൽ പോയി പടിയെത്തി സർവീസ് ചെയ്യാനുള്ള പദ്ധതിയാണ് ഇത്. നമ്മൾ റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരും മറ്റും നമ്മുടെ സംസ്ഥാന സർക്കാരുടെ ഫണ്ട് ഉപയോഗിച്ച് എല്ലാ ബ്ലോക്കുകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഇടുക്കി ജില്ലയിലെ അടിമാലി ബ്ലോക്കിലും നെടുങ്കണ്ടം ബ്ലോക്കിന് വേണ്ടിയിട്ടും പദ്ധതി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ 30-ാം തീയതിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി അവർ ഇതിനെ ഉദ്ഘാടനം ചെയ്ത് നമ്മൾ വണ്ടി നൽകിയതാണ്. നെടുങ്കണ്ടം ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD കുഞ്ഞ് നിർവഹിച്ചു. സുരേഷ് പള്ളിയാടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അജീഷ് മുതുകുന്നേൽ, MS മഹേശ്വരൻ, VC അനിൽ, ഷിജുമോൻ MP, CM വിൻസെന്റ്, ഡോക്ടർ മുതൽരാജ്, ഷാജി വിജയ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.